ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ്. എന്ത് നിലപാടാണ് ഇവരെടുത്തത്? ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും നമുക്കെതിരായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ദിസ് ഈസ് മൈ ഗവൺമെന്റ്, ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നയപ്രസംഗത്തിന് വന്നത്. അന്ന് എ കെ ബാലൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളെയും ഗവർണറെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നു, പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണെന്ന് പറഞ്ഞു. ഓരോ ഘട്ടത്തിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ പിണറായി വിജയന്റെ സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂരിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിട്ട് ഗോപിനാഥ് രവീന്ദ്രന് തുടർ നിയമനം കൊടുക്കാൻ വേണ്ടി വീണ്ടും വി സി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും കൂടിയ ധാരണയായത്. അതിനെ തുടർന്ന് എന്താ ചെയ്തത്? ബെഞ്ച് ഓഫ് തോട്ട്സ്, RSSന്റെ വിചാരധാര അവിടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇവരാരും കണ്ടില്ലേ? CPM ഈ പറഞ്ഞ മതനിരപേക്ഷത, ഇതരവാദമൊക്കെ ഇവിടെ പോയി. SFIക്കാരുടെ ഒന്നും വലിയ പോരാട്ടം നമ്മൾ കണ്ടില്ലല്ലോ. ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം കൊടുത്തപ്പോൾ നമ്മൾ കണ്ടില്ലല്ലോ. ഇനി ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്റ്റാഫിൽ RSSകാരായിട്ടുള്ള ഹരി എസ് കർത്തയെ നിയമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക താല്പര്യം എടുത്ത് കത്ത് കൊടുത്തപ്പോൾ പിണറായി വിജയൻ അനുവദിച്ചു കൊടുത്തല്ലോ. SFIക്കാർ ഇത് കണ്ടില്ലേ? DYFIക്ക് സമരം ഉണ്ടായില്ലേ?